പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അങ്ങയുടെ മക്കളായ ഞങ്ങളെ അങ്ങയുടെ അനന്തമായ പദ്ധതിയിൽ കുടുംബജീവിതത്തിൽ ഒരുമിപ്പിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. വിവാഹമെന്ന കൂദാശയിലൂടെ അങ്ങ് ഒരുമിപ്പിച്ച ഞങ്ങളുടെ കുടുംബജീവിതങ്ങളെ അവിടുത്തെ കൃപയാലും അനുഗ്രഹത്താലും നിറച്ച് അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകം ആവിധത്തിൽ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും, എല്ലാ പ്രതിസന്ധികളെയും, എല്ലാ തകർച്ചകളെയും സമർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ ശക്തമായ ഇടപെടലിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മ മാതാവിന്റെയും യൗസേപിതാവിന്റെയും ഉണ്ണീശോയുടെയും നിറ സാന്നിധ്യത്തില് ഞങ്ങളുടെ കുടുംബങ്ങളെ ദൈവകൃപയുടെ നിറവിൽ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനായി ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശിനാൽ മുദ്രിതമാക്കപ്പെട്ട സംരക്ഷണവും നൽകി ദൈവമായ കർത്താവ് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിന്റെ വലിയ ഇടപെടലിനു വേണ്ടി നമ്മുടെ കുടുംബങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മളിന്ന് ചിന്തിക്കുന്ന വിഷയം, നമ്മുടെ കുടുംബ ജീവിതത്തില് ഒത്തിരിയേറെ പ്രശ്നങ്ങൾ കടന്നു വരും. ആ പ്രശ്നങ്ങളിൽ നമ്മൾ എന്ത് സമീപനം സ്വീകരിക്കണം എന്നതിനെ കുറിച്ച് യൗസേപിതാവിന്റെ ഒരു വലിയ മാതൃകയിലൂടെ കർത്താവ് നമ്മെ പഠിപ്പിക്കണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വചനം, അവിടെ നമ്മൾ വായിക്കുന്ന സംഭവം ഇതാണ്. യൗസേപിതാവ് മാതാവിനെ ഉപേക്ഷിക്കാൻ രഹസ്യമായിട്ട് തീരുമാനിക്കുന്നു. കാരണമൊക്കെ നമുക്കറിയാം. അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യം, അങ്ങനെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോ അതും മാതാവിനെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായികയാലെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കും. ഇനി ആ തീരുമാനം എടുത്തിട്ട് അവൻ ആരോടും പറഞ്ഞില്ല. പുരോഹിതരോട് പറഞ്ഞില്ല, വീട്ടുകാരോട് പറഞ്ഞില്ല, കൂട്ടുകാരോട് പറഞ്ഞില്ല, നാട്ടുകാരോട് പറഞ്ഞില്ല, ആരോടും പറഞ്ഞില്ല. യൗസേപിതാവ് അതിനെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഒരു പ്രതിസന്ധിയില്, ഈ ഒരു പ്രശ്നത്തില് ശരിക്കും പറഞ്ഞ യൗസേപിതാവിന്റെ ജീവിതത്തില് വലിയ പ്രതിസന്ധിയാ. വിവാഹം നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന പെൺകുട്ടി ഇതുപോലെ ഗർഭിണിയായിരിക്കുന്ന അവസ്ഥ, ഇങ്ങനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തീരുമാനമെടുക്കുക. ദൈവത്തിന്റെ പ്രിയപ്പെട്ട മകൻ, അതോടൊപ്പം നീതിമാൻ, എല്ലാം കൊണ്ടും അത്രമാത്രം കൃപയുടെ നിറവിൽ നിന്നിരിക്കുമ്പോ ഈ വലിയ പ്രശ്നം, ചിലപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും ഇങ്ങനെ ദൈവത്തോട് ചേർന്ന് ജീവിച്ചിട്ടും ദൈവത്തെ അതുപോലെ മഹത്വപ്പെടുത്തിയിട്ടും തന്റെ ജീവിതം ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് വ്രതബദ്ധമായ ജീവിതം എടുത്തിട്ടും എന്തേ ഇതുപോലൊരു അവസ്ഥ വന്നു? യോസേപിതാവ് അവസ്ഥയില് ഇങ്ങനെ തീരുമാനമെടുത്തു. അതിനെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന പറയുമ്പോ ഒറ്റയ്ക്കിരുന്ന് ദൈവത്തോട് ആലോചന ചോദിക്കുക. ദൈവമേ, ഞാനെന്താ ചെയ്യണ്ടേ? പ്രിയപ്പെട്ടവനെ, അവിടെ ഒരു വിവാഹമോചനം അല്ലെങ്കിൽ ഒളിച്ചോട്ടമല്ല, പിന്നെയോ ദൈവത്തിന്റെ സന്നദ്ധിയിലും ഈ ഒരു അവസ്ഥയെ സമർപ്പിച്ച് ഈ ഒരു തീരുമാനത്തെ ഓർത്ത് സമർപ്പിച്ചുകൊണ്ട് ആലോചിക്കുക, ദൈവം എന്ത് ചെയ്യണം? അവിടെയാണ് നമ്മൾ കാണുന്നത്, അവിടെ ദൈവം ഇടപെടുകയാണ്. തന്റെ ദൂതനെ അയച്ച് യഥാർത്ഥമായ വചനവും രക്ഷാകരമായ രഹസ്യവും പ്രവചനത്തിന്റെ പൂർത്തീകരണവും ഒക്കെ വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ട് മാതാവിന്റെ ഗർഭധാരണത്തെക്കുറിച്ചും രക്ഷാകര പദ്ധതിയില് യൗസേപിതാവിനുള്ള സ്ഥാനത്തെക്കുറിച്ചും ഉത്തരവാദിത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് ആ തീരുമാനത്തിൽ നിന്ന് യൗസേപിതാവിനെ പിന്തിരിപ്പിക്കുന്നതും യൗസേപ്പ് സ്വപ്നത്തിൽ നിന്ന് എഴുന്നേറ്റ് ദൈവം പറഞ്ഞ പോലെ ചെയ്യുന്നതും ഒക്കെ നമ്മൾ വ്യക്തമായിട്ട് കാണുകയാണ്. ഇന്ന് നമ്മുടെ കുടുംബത്തിൽ പ്രശ്നങ്ങള് വിവാഹമോചനത്തിലേക്ക് നയിക്കുന്നു, ഒത്തിരിയേറെ തകർച്ചയിലേക്ക് നയിക്കുന്നു. ഇന്ന് നമ്മൾ അല്പസമയം ചിന്തിക്കുക, വിവാഹമോചനത്തിന്റെ മേഖല പ്രശ്നം വന്നു. ആ സമയത്ത് ഉപേക്ഷിക്കുകയല്ല ചെയ്യണേ, പിന്നെ എന്താണ്? ദൈവത്തോട് ചോദിക്കണം, ആലോചിക്കണം, ദൈവം എന്താ ചെയ്യണ്ടേ? യോസേപിതാവിനെ കണ്ടു പഠിക്കണം. അങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വലിയ പദ്ധതിയാണ് ഇത് സംഭവിക്കണം എന്നുള്ളത്. നമ്മുടെ കുടുംബത്തില് ചില പ്രശ്നങ്ങൾ, പല അസ്വസ്ഥകൾ വരുമ്പോ അവിടെയൊക്കെ ദൈവത്തിന്റെ ഒരു ഇടപെടലിന് വേണ്ടി എളിമപ്പെട്ട് പ്രാർത്ഥിച്ച് വേറെ ആരോടും പറയാതെ ദൈവത്തോട് ഇടപെടാൻ പറഞ്ഞാൽ ദൈവം ഇടപെട്ടിരിക്കും. നമുക്കറിയാം, വിവാഹ ജീവിതത്തെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോ ഉൽപ്പത്തി പുസ്തകത്തിന്റെ 2-ാം അധ്യായത്തിൽ 24-ാം വചനം വായിക്കുന്നുണ്ട്. അവിടെ പറയാണ്, ഇക്കാരണത്താൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് സ്ത്രീയോട് ചേരുമെന്നും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. പിന്നീട് ഒരിക്കലും
അവർ രണ്ടല്ല, ഒറ്റ ശരീരമാണ്. ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. മർക്കോസിന്റെ സുവിശേഷത്തില് 10-ാം അധ്യായത്തിന്റെ 7-ഉം 9-ഉം തിരുവചനങ്ങളും ഇത് തന്നെയാ പറയുന്നത്. അതോടൊപ്പം തന്നെ എഫെസോസ്യർക്കാരുടെ ലേഖനത്തില് 5-ാം അധ്യായത്തിന്റെ 31-32 വചനത്തില് പൗലോസ് പറയണം, ഇത് തന്നെയാ പറയാ, ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരുമെന്നും അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. ഇവിടെ പറയാ, സഭയോടും ക്രിസ്തുവിനോട് ബന്ധപ്പെട്ട് ആണ് ഞാൻ ഇത് പറയുന്നതെന്ന് പറഞ്ഞ് സഭയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധം, ശിരസും ശരീരവും തമ്മിലുള്ള ബന്ധം കൊണ്ട് ഐക്യപ്പെടുത്തി. അത്രമാത്രം അഭിഷേകം. അവിടെ തന്നെ 1 പത്രോസ് 3-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വചനം അവിടെ പറയുന്നുണ്ട്, ദമ്പതിമാരുടെ കടമകളെ കുറിച്ച് പറയുമ്പോ കുറെ കാര്യങ്ങൾ അവസാനം പറയാം. അവർക്കൊരു വിളിയുണ്ട്. ആ വിളി അനുസരിച്ച് ജീവിക്കാൻ എന്താ ചെയ്യേണ്ടത്? ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശികളാണ് രണ്ടുപേരും. അതുകൊണ്ട് ഉത്തരവാദിത്വത്തോടെ ആ കൃപയിൽ നിറഞ്ഞ് ഈ ഐക്യത്തിൽ ജീവിക്കുവാൻ സാധിക്കണമെന്ന് വിശുദ്ധ വചനത്തിലൂടെ, സുവിശേഷത്തിലെ ഈശോ യൗസേ പിതാവിലൂടെ, ഒപ്പം തന്നെ നമ്മുടെ പൗലോസ് ശ്ലീഹായിലൂടെ, പത്രോസ് ശ്ലീഹായിലൂടെ കർത്താവിന്റെ വലിയ മനസ്സ് പറയാ, വിവാഹ ജീവിതം ഇങ്ങനെ ജീവിക്കണം. അപ്പൊ അവിടെ ദൈവം ഉണ്ടാക്കിയതാ, ദൈവം സ്ഥാപിച്ചതാ. അതുകൊണ്ട് തന്നെ ആ ഒരു ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ മനസ്സതാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, പറ്റാത്ത അവസ്ഥകൾ വരാം, പ്രശ്നങ്ങൾ വരാം, പല പല പ്രതിസന്ധികൾ വരാം, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധത്തിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ വരാം. അങ്ങനെ വന്നാലും എന്താ പ്രിയപ്പെട്ടവരെ, അവിടെ ദൈവമേ നീ ഇടപെടണം എന്നല്ലേ പറഞ്ഞ് അങ്ങനെ ജീവിക്കാൻ പറ്റണില്ല. ഈ പ്രശ്നങ്ങളാണ്, അതിനെ കുറിച്ച് പറയണം, ദൈവത്തോട് ആലോചന ചോദിക്കണം. അപ്പോൾ അവിടെ ദൈവം അതിശക്തമായിട്ട് ഇടപെടും. ഇന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളില്ല, ഒത്തിരിയേറെ മക്കൾ നിസ്സാര കാര്യത്തിന്റെ പേരില് വഴക്കടിച്ച് മല്ലടിച്ച് അകന്ന് ഭിന്നിച്ച് ഡൈവോഴ്സിന് കേസ് കൊടുത്ത് നോട്ടീസ് കൊടുത്ത് വീട്ടിൽ പോയി നിന്ന് വേറിട്ട് താമസിക്കുന്ന അനേകം മക്കള്. ഇവിടെയൊക്കെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ മക്കൾ ചെയ്യേണ്ടത്, നമ്മുടെ കുടുംബം ചെയ്യേണ്ടത് ദൈവത്തെ വിളിച്ച് ഇടപെടുത്തിക്കുക. ദൈവം പറഞ്ഞതാണോ? ദൈവം ചെയ്തിരിക്കും. ദൈവമാ പറഞ്ഞ് ഞാൻ യോജിപ്പിച്ചതാ, വേർപെടുത്തരുത്. അങ്ങനെ ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ട സഹായം, അതിനുവേണ്ട ഇടപെടൽ ദൈവം നടത്തും. ഇനി വേറൊന്ന്, പരിശുദ്ധ അമ്മ നമ്മളിവിടെ കാണുന്നുണ്ട്. യോസേപ്പിതാവ് സംശയിക്കുമ്പോഴൊക്കെ, തീരുമാനമെടുക്കുമ്പോഴൊക്കെ മാതാവ് അതിനെക്കുറിച്ച് യോസേപ്പിതാവിനോട് ഒന്നും സംസാരിക്കാനോ ന്യായീകരിക്കാനോ വെളിപ്പെടുത്തി കൊടുക്കാനോ ഒന്നും പോണില്ല. അവിടെ ദൈവം തന്നെ ഇടപെടുക. എന്തുകൊണ്ടാണ്? ദൈവത്തിൽ അതുപോലെ അടി ഉറച്ച് വിശ്വസിച്ചു. ഇന്ന് സത്യം പറയട്ടെ, നമുക്ക് നമ്മുടെ സ്വർഗസ്ഥനായ പിതാവില് വിശ്വാസമില്ല, നമ്മുടെ ദൈവത്തിൽ വിശ്വാസമില്ല, നമ്മുടെ ദൈവം ഇടപെട്ടിരിക്കും എന്നുള്ള ഉറപ്പില്ല. അതുകൊണ്ട് നമ്മൾ പേടിച്ച്, നമ്മൾ തീരുമാനിച്ച് ദൈവത്തോട് ആലോചന ചോദിക്കാതെ, ദൈവത്തിന്റെ ഇടപെടലിന് വേണ്ടി പ്രാർത്ഥിക്കാതെ എന്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ തന്നിഷ്ടം പോലെ സ്വയം തീരുമാനിക്കുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരിക, പ്രശ്നങ്ങൾ ഉണ്ടാകും, മനുഷ്യരല്ലേ മക്കളെ, കുറവുണ്ടാവും. ഇവിടെയൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോൾ ദൈവം പറഞ്ഞത് നിറവേറും. ദൈവത്തിനൊന്നും അസാധ്യമല്ല. ആ ദൈവം ചെയ്തിരിക്കും. ആ ദൈവം വിശ്വസ്തനാണ്. ആ ദൈവം കൂടെയുണ്ട്. ആ ദൈവത്തോട് ആലോചന ചോദിച്ചാൽ, ഇനി ഇതിനൊക്കെ സാധിക്കണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവവുമായിട്ട് ആഴപ്പെട്ട ബന്ധം വേണം. ഏതവസ്ഥയിലും ദൈവത്തിന്റെ കൂടെ നിൽക്കാനുള്ള ഉറച്ച ഒരു നിലപാടും തീരുമാനവും എടുക്കണം. എന്നിട്ട് ദൈവത്തിന്റെ ഇടപെടലിന് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. അവിടെ ദൈവം ഇടപെട്ടിരിക്കും, ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് യോസേപ്പിതാവിനെ കണ്ടുപിടിക്കുക. നമ്മുടെ കുടുംബ ജീവിതത്തില് ഓരോ മേഖലകളിലും വിശ്വസ്തയോടെ ഇടപെട്ട് നമുക്ക് വേണ്ടത് നടത്തി തരുന്ന, എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്ന ആ വലിയ ദൈവ സാന്നിധ്യത്തെ അനുഭവിച്ച് എന്തു വന്നാലും അതിനു മുമ്പ് തന്നെ ഒരു കാര്യം ഞാൻ പറയാം, ദൈവബന്ധം നിരന്തരമായിട്ട് ഉള്ളവന് മാത്രമാണ് ഇങ്ങനെ പ്രതിസന്ധി വരുമ്പോഴും ആ ദൈവത്തെ വിളിച്ച് ഇടപെടുത്തിക്കാൻ പറ്റത്തുള്ളൂ. നീതിമാന്റെ പ്രാർത്ഥന സ്വർഗം തുളഞ്ഞു കയറും. ദൈവത്തിന്റെ കണ്ണുകൾ നീതിമാന്മാരുടെ നേരെയും അവരുടെ കാതുകൾ അവരുടെ പ്രാർത്ഥനകൾക്ക് നേരെയും തിരിഞ്ഞിരിക്കുന്നുവെന്ന വചനം പറയും. അതുകൊണ്ട് ദൈവത്തെ വിളിച്ച് ദൈവത്തെ കൂടെ നിർത്തി ദൈവബന്ധത്തിൽ ജീവിച്ചാൽ ഒരു പ്രശ്നം വരുമ്പോ ആ ദൈവത്തെ വിളിച്ച ദൈവമേ ഇടപെട്, എന്താ ചെയ്യണ്ടേ, അവിടെ ദൈവം ഇടപെട്ടിരിക്കും. അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങൾ ദൈവബന്ധത്തില് എല്ലാവരും, ഭാര്യ, ഭർത്താവ്, മക്കള്, സഹോദരങ്ങള്, മാതാപിതാക്കള്, മരുമക്കള്, അമ്മായി, പരാമ, എല്ലാവരും ഈ ദൈവബന്ധത്തിൽ. ഇതൊന്നും നടപ്പുള്ള കാര്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടക്കേണ്ട കാര്യമാണ്, നടക്കണം. ഇല്ലെങ്കിൽ
എൻ്റെ പ്രിയപ്പെട്ടവരെ, സാധാരണ പോലെ ഒച്ചപ്പാടും ബഹളവും വിവാഹമോചനവും അസ്വസ്ഥതകളും ഭിന്നതകളൊക്കെ ആയിട്ട് നമ്മുടെ ജീവിതങ്ങൾ തകർന്നു പോകും. അതുകൊണ്ട് ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി നമ്മളിന്ന് യോസേപ്പിതാവിന്റെയും പരിശുദ്ധ അമ്മയുടെയും ഒക്കെ പ്രത്യേക മധ്യസ്ഥത്തില് ദിവ്യകാരുണ്യ സന്നിധിയില് നമ്മൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുക. മക്കളുടെ കാര്യത്തില് ഇടപെട്, ബിസിനസിന്റെ കാര്യത്തില്, ജോലിയുടെ കാര്യത്തില്, ഈ കുടുംബ പ്രശ്നത്തിൽ, എന്ത് പ്രശ്നമാവട്ടെ, നമ്മുടെ കർത്താവ് സർവാധിപനും സർവശക്തനും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവമാണ്. ആ ദൈവം ഇടപെട്ടിരിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ രോഗത്തില്, ഈ മരണതുല്യമായ അവസ്ഥയില്, ഈ പ്രതിസന്ധിയിലൊക്കെ ദൈവത്തെ വിളിച്ചിടപെടുത്തിക്കാൻ നമുക്ക് ഇടയാകട്ടെ. ആ ഒരു ബന്ധത്തിൽ നിന്നുകൊണ്ട് ദൈവത്തെ അറിഞ്ഞ്, ദൈവത്തിൽ വിശ്വസിച്ച്, വിശ്വസ്തനായ കർത്താവ് കൈവിടലെന്നുള്ള തിരിച്ചറിവോടെ നമ്മൾ ദൈവത്തെ ആശ്രയിച്ച് വിളിച്ചപേക്ഷിക്കാം. ദൈവം നമ്മുടെ ജീവിതത്തിലും ഇടപെടും. വലിയ പ്രാർത്ഥനയോടെ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ദിവ്യകാരുണ്യ സന്നിധിയില് എളിമയോട് സമർപ്പിക്കുക. നമ്മുടെ എല്ലാ കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് സമർപ്പിക്കാം കേട്ടോ. എല്ലാ അവസ്ഥകളിലും കർത്താവേ നീ ഇടപെടണം. ഇനി ആലോചന എന്താ ചെയ്യണ്ടേ, എങ്ങനെ ചെയ്യണ്ടേ, ഈ പറ കർത്താവ്, ഇതാണ് അവസ്ഥ. സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ആലോചന ചോദിച്ചാൽ ദൈവം കൃത്യം ഉത്തരം തരും. മാത്രമല്ല ഇടപെടും. ദൈവത്തിനൊന്നും അസാധ്യമല്ല. ഏത് പ്രതിസന്ധിയും, ഏത് സംശയവും കർത്താവ് എടുത്തു മാറ്റും. കർത്താവ് ഇടപെട്ടാൽ ദൂതനെ വിടും, കർത്താവിന്റെ ശക്തി പ്രകടമാക്കും. ഓക്കെ, ആ വലിയ പ്രാർത്ഥനയോടെ ദിവ്യാനുസരണത്തിൽ ദൈവമക്കളെ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മ എല്ലാവരെയും, നമ്മുടെ മക്കളെയും കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യീശോയെ, അങ്ങ് എപ്പോഴും ഞങ്ങളുടെ കൂടെ വസിക്കുന്നത് ഞങ്ങളുടെ ജീവിത പ്രശ്നത്തിൽ ഇടപെടാനും, ഞങ്ങളെ സഹായിക്കാനും, ഞങ്ങൾക്ക് ജീവൻ തരാനും, ഞങ്ങളെ എപ്പോഴും ശക്തിയോടെ സംരക്ഷിക്കാനും വേണ്ടിയാണല്ലോ. കർത്താവെ, അങ്ങയെ കൂടുതൽ അറിഞ്ഞ്, അങ്ങയെ സ്നേഹിച്ച്, ഏതവസ്ഥയിലും ഞങ്ങളുടെ വേദനകളില്, രോഗപീഠകളില്, പ്രശ്നങ്ങളില്, പ്രതിസന്ധികളില് യോസേപ്പിതാവിനെ പോലെ കർത്താവെ അങ്ങയോട് ആലോചന ചോദിക്കാനും, അങ്ങയെ ഇടപെടുത്തിക്കാനും വേണ്ട വലിയ അഭിഷേകവും കൃപയും അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ. ചിലപ്പോഴെങ്കിലും ഞങ്ങൾ നന്നായിട്ട് ജീവിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും കാര്യങ്ങൾ നടക്കാതെ വരുമ്പോ നിരാശപ്പെട്ട് കർത്താവെ പലപ്പോഴും അങ്ങയിൽ നിന്ന് പോലും അകന്നു പോകുന്നവരാണ് ഞങ്ങൾ. സ്വയമേവ തീരുമാനങ്ങളെടുത്ത് പഴിച്ചും ശപിച്ചും വെറുത്തും ഭിന്നിച്ചും വിവാഹമോചനത്തിന് വേണ്ടി തീരുമാനിച്ചുമൊക്കെ ഞങ്ങൾ വഴി തെറ്റിപ്പോകുമ്പോ, അങ്ങയിൽ നകന്നു പോകുമ്പോ കർത്താവെ, യോസേപ്പിതാവിന്റെ മാതൃകയിലൂടെ അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചില്ലേ, ഏതവസ്ഥയിലും അങ്ങ് ഇടപെടുന്ന സർവാധിപനും സർവശക്തനുമായ കർത്താവാണെന്ന്. ഈശോയെ, അങ്ങയെ അറിഞ്ഞ്, അങ്ങയിൽ വിശ്വസിച്ച്, അങ്ങയെ ഇടപെടുത്തിച്ച് സ്വർഗസ്ഥനായ പിതാവിന്റെ മക്കളുടെ സ്വാതന്ത്ര്യത്തോടെ, ഐക്യത്തോടെ, സ്നേഹത്തോടെ ഞങ്ങളുടെ കുടുംബങ്ങളെ കാത്തു സൂക്ഷിക്കാനും, കുടുംബ പ്രശ്നങ്ങളില് അങ്ങയെ വിളിച്ച് ഇടപെടുത്തിക്കാനും, സ്വർഗത്തിന് സഹായം തേടാനും ഞങ്ങൾക്ക് ഇടയാകട്ടെ. ദിവ്യകാരുണ്യീശോയെ, എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു, എല്ലാ കുടുംബ പ്രശ്നങ്ങളെ സമർപ്പിക്കുന്നു. ഒത്തിരിയേറെ പ്രശ്നങ്ങളില് ജീവിതം വഴിമുട്ടി നിൽക്കുന്ന പല പല തീരുമാനങ്ങളെടുത്ത് അങ്ങയുടെ ആലോചന ചോദിക്കാനോ, അങ്ങയെ വിളിച്ച് ഇടപെടുത്തിക്കാനോ പറ്റാത്ത വിധത്തില്, അഹങ്കാരത്തില്, സ്വാർത്ഥതയില്, തന്നിട്ട സ്വഭാവത്തില്, കർത്താവെ മാനുഷികമായ ചിന്താഗതിയില് തീരുമാനമെടുത്തിരിക്കുന്ന എല്ലാ മക്കളെയും, എല്ലാ കുടുംബങ്ങളെയും, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെയും സമർപ്പിക്കുന്നു. ഈശോയെ, അവരെ ബന്ധിച്ചിട്ടിരിക്കുന്ന പൈശാചിക പീഡകൾ, തെറ്റായ ബോധ്യങ്ങൾ, തെറ്റായ തോന്നലുകൾ, തെറ്റായ തീരുമാനങ്ങൾ ഈശോയെ അങ്ങെല്ലാം എടുത്തു മാറ്റണം. ഈ അന്ധമാക്കി കെട്ടിപ്പൊട്ടി വച്ചിരിക്കുന്ന, അങ്ങയെ പോലും അറിയാതെ, അങ്ങയുടെ സർവാധിപത്യത്തെ മനസ്സിലാക്കാതെ ജീവിക്കുന്ന എല്ലാ മക്കളുടെ മേലും കർത്താവേ കണ്ണ് തുറക്കട്ടെ, പ്രകാശം നിറയട്ടെ, പരിശുദ്ധാത്മ ശക്തി വ്യാപരിക്കട്ടെ, ദൈവിക ജീവൻ നിറയട്ടെ, സമാധാനം നിറയട്ടെ. കർത്താവേ, അങ്ങയുടെ ഇടപെടലിനു വേണ്ടി വിശ്വാസത്തോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ഇപ്പോൾ ഈ ആരാധനയിലും ശുശ്രൂഷയിലുമായിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു, ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രതിസന്ധികളെ, പ്രശ്നങ്ങളെ സമർപ്പിക്കുന്നു. എല്ലാം അങ്ങയുടെ ഇടപെടലിനു വേണ്ടിയും സമർപ്പിച്ചുകൊണ്ട് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ
ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ അങ്ങേ മക്കൾ കണ്ടിടട്ടെ. ദിവ്യാനീശോയെ, അങ്ങയുടെ വലിയ ഇടപെടലിന് വേണ്ടി ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും എല്ലാ കടബാധ്യതകളെയും കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ശക്തമായ ഇടപെടൽ ഉണ്ടാകട്ടെ. ഞങ്ങൾ അങ്ങയിൽ ഉറച്ച് വിശ്വസിക്കട്ടെ. അങ്ങയുടെ കരബലം ഞങ്ങൾ അനുഭവിക്കട്ടെ, ഞങ്ങൾ കാണട്ടെ. അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച് എല്ലാ തടസ്സങ്ങളും മാറ്റി, എല്ലാ സംശയങ്ങളും നീക്കി, എല്ലാ പ്രശ്നങ്ങളും മാറ്റി ദൂരീകരിച്ച് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. തിരുക്കുടുംബത്തിൽ ഇടപെട്ട കർത്താവെ, യോസേപ്പിതാവിന്റെയും പരിശുദ്ധാമ്മയുടെ ജീവിതത്തിൽ ഇടപെട്ട കർത്താവെ, ഞങ്ങളുടെ കുടുംബത്തിലും മക്കളുടെ കാര്യത്തിലുമൊക്കെ അങ്ങ് ഇടപെടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ ആശീർവാദത്തിന് വേണ്ടി ശബ്ദമായി നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. മക്കളെ, സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ ഈശോയേ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.